നല്ല ടേസ്റ്റ് ഉണ്ട്. ആഹാ, ഇവിടെ ചായയും കുടിച്ച് ബിസ്ക്കറ്റും കഴിച്ചിരിക്കുകയല്ലേ? ഇതല്ല മിസ്, ഇത് ഇങ്ങനെ എടുത്തിട്ടെ ഇതിങ്ങനെ മുക്കിയിട്ടെ ഇങ്ങനെ കഴിക്കുമ്പോൾ സുഖമില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. വേറെ തന്നെയാ. കൊച്ചു കുട്ടിയാന്നാ മനസ്സിൽ വിചാരം. പിന്നല്ല. ഞാനില്ലേ സാറിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? സാർ ഇത് കണ്ടോ, ഇത് പേപ്പർ ക്ലിപ്പ് അല്ലേ? ഈ പേപ്പർ ക്ലിപ്പ് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് മുങ്ങിപ്പോവോ പൊങ്ങിക്കിടക്കോ? സാറിന് എന്താ തോന്നുന്നേ? ഇതിന്റെ കാര്യമല്ല, ഒരു ഗ്ലാസ് സാധാരണ വെള്ളത്തിൽ ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞാൽ മുങ്ങിപ്പോവോ പൊങ്ങിക്കിടക്കോ? സാറിന് എന്ത് തോന്നുന്നു? ഉറപ്പാണ് എന്ന് ഞാൻ പറയാണ്. ഇത് ഞാനൊരു ഗ്ലാസ് വെള്ളത്തിലേക്ക് വെച്ച് കഴിഞ്ഞാല് അതവിടെ പൊങ്ങിക്കിടക്കും. അത് മാജിക് ഒന്നും അല്ല, ഇത് സയൻസിനകത്തുള്ള ഒരു സംഭവമാണ്. ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാനാണ് ഞാനിപ്പോ പോകുന്നത്. അപ്പൊ ഞാൻ പോട്ടെ. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പേപ്പർ ക്ലിപ്പ് ഒന്ന് വെച്ച് നോക്കാം. സാറ് പറഞ്ഞതുപോലെ ഇത് മുങ്ങിപ്പോയിട്ടൊന്നുമില്ല, ഇത് പൊങ്ങിക്കിടക്കുകയാണ്. ഇതിന്റെ കാരണം എന്താണ്? ഇതിന്റെ കാരണം ജലത്തിന്റെ പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ ആണ്. അപ്പൊ PSC പരീക്ഷകൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലേഡ്, അതേപോലെ പേപ്പർ ക്ലിപ്പ് മുതലായ കാര്യങ്ങൾ ജലത്തിന്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം എന്താണത്? സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതലബലമാണ്. അപ്പോ എന്താണ് ഈ പ്രതലബലം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇപ്പോ ആ ഒരു വേർഡ് നിങ്ങൾ എടുക്കുക, പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ. സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപരിതലം അല്ലെ? പ്രതലം എന്ന് പറഞ്ഞാൽ ഒരു എന്തിന്റെങ്കിലും പ്രതലം, ഉപരിതലം എന്നാണ് അർത്ഥം. അപ്പോ ഉപരിതലത്തിൽ അല്ലെങ്കിൽ ഒരു ദ്രാവകത്തിന്റെ സർഫസിൽ അനുഭവപ്പെടുന്ന ബലമാണ് എന്ത്? പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ. ഈ ഒരു സർഫസ് ടെൻഷൻ കാരണം ഈ ദ്രാവകത്തിന്റെ അല്ലെങ്കിൽ ഈ ജലത്തിന്റെ ഉപരിതലം വലിഞ്ഞു മുറുകി ഒരു പാട പോലെ അല്ലെങ്കിൽ ഒരു മെംബ്രെയിൻ പോലെ പ്രവർത്തിക്കുന്നു. ഈ മെംബ്രെയിനിന്റെ അല്ലെങ്കിൽ ഈ പാടയുടെ പുറത്താണ് നമ്മൾ ഈ പറഞ്ഞ പേപ്പർ ക്ലിപ്പ് സുഖമായിട്ട് പൊങ്ങിക്കിടക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പ്രതലബലം കാരണം ഇങ്ങനെ ഒരു വലിഞ്ഞു മുറുകിയ പാട പോലെ നമ്മുടെ ജലത്തിന്റെ ഉപരിതലം മാറുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒരു പാത്രത്തിലെ ജലത്തെ സങ്കല്പിക്കാം. അപ്പോ ഇവിടെ ഒരു പാത്രത്തിലെ ജലം എടുത്തിരിക്കുകയാന്ന് നിങ്ങൾ വിചാരിക്കാം. ഓക്കെ, ഇതിൽ ധാരാളമായിട്ട് തന്മാത്രകൾ, ജല തന്മാത്രകൾ ഉണ്ടാവുമല്ലോ. നമുക്ക് ഇതിനുള്ളിലെ തന്മാത്രകളെ ഒന്ന് പരിഗണിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനകത്ത് കുറച്ച് ജല തന്മാത്രകളെ ഇങ്ങനെ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ. ഇനി ഈ ജലത്തിന്റെ ഉള്ളിലുള്ള ഒരു തന്മാത്രയെ മാത്രം നമുക്ക് സങ്കല്പിക്കാം. ഇപ്പൊ ഞാൻ ഈ ഒരു തന്മാത്രയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചുറ്റിനുമുള്ള എല്ലാ ജല തന്മാത്രകളിൽ നിന്നും ഒരേപോലെ ആകർഷണം അനുഭവപ്പെടുന്നു. ശരിയല്ലേ? എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യുന്നു? ഈ ഉള്ളിലുള്ള ഒരു ജല തന്മാത്രയെ എല്ലാ ഭാഗത്തു നിന്നും എന്ത് ചെയ്യുന്നു? മറ്റുള്ള തന്മാത്രകൾ ആകർഷിക്കുകയും മൊത്തമായിട്ടൊരു ആകർഷണ ബലം എല്ലാ ഡയറക്ഷനിലും കിട്ടുകയും ചെയ്യുന്നു. എന്നാൽ നമുക്ക് ഈ ജലത്തിന്റെ ഉപരിതലത്തിലുള്ള ഈ ഒരു ഭാഗം മാത്രം നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കേ. ഇതല്ലേ ജലത്തിന്റെ ഉപരിതലം അല്ലെങ്കിൽ സർഫസ് എന്ന് പറയുന്നത്. ആ ജലത്തിന്റെ ഉപരിതലത്തിലുള്ള ഒരു തന്മാത്രയെ മാത്രം നമുക്കൊന്ന് നോക്കിയാലോ. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഉപരിതലത്തിലുള്ള ഒരു തന്മാത്രയെ താഴേക്കുള്ള തന്മാത്രകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പായിട്ടും ആകർഷിക്കുന്നുണ്ട് അല്ലെ? താഴേക്ക് ഉള്ള തന്മാത്രകൾ ആകർഷിക്കുന്നുണ്ട്. അതേപോലെ വശങ്ങളിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? മറ്റുള്ള തന്മാത്രകൾ ആകർഷിക്കുന്നുണ്ട്. പക്ഷേ ഈ സർഫസ് അല്ലെങ്കിൽ ഉപരിതലത്തിൽ ഇരിക്കുന്ന തന്മാത്രകളെ മുകളിലേക്ക് ആകർഷിക്കാൻ മറ്റു തന്മാത്രകൾ അവിടെ ഉണ്ടോ? മുകളിലേക്ക് ഏതെങ്കിലും തന്മാത്രകൾ ഉണ്ടോ? ഇല്ല. അപ്പോ ഇവയ്ക്ക് ഈ ഉപരിതലത്തിലുള്ള തന്മാത്രകൾക്ക് താഴേക്കും വശങ്ങളിലേക്കും മാത്രമാണ് ആകർഷണ ബലം അനുഭവപ്പെടുന്നത്. മുകളിലേക്ക് ആകർഷിക്കാനായിട്ട് അവിടെ വേറെ തന്മാത്രകൾ ഒന്നും തന്നെ ഇല്ല. അപ്പോ ഇങ്ങനെ താഴേക്ക് പിടിച്ച് ഈ ഉപരിതലത്തിലിരിക്കുന്ന തന്മാത്രകളെ മറ്റുള്ള തന്മാത്രകൾ താഴേക്ക് പിടിച്ച് വലിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ദ്രാവകത്തിന്റെ ഉപരിതലം നന്നായിട്ട് വലിഞ്ഞു മുറുകുന്ന പോലെ ഒരു അവസ്ഥ ഉണ്ടാവില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ കുറെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഇവരെ താഴേക്ക് പിടിച്ച് മറ്റുള്ള തന്മാത്രകൾ താഴേക്ക് പിടിച്ച് ഇങ്ങനെ ആകർഷിക്കുന്ന സമയത്ത് ആ ദ്രാവകത്തിന്റെ സർഫസ് അല്ലെങ്കിൽ ഉപരിതലം വലിഞ്ഞു മുറുകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ? അങ്ങനെ വലിഞ്ഞു മുറുകി ആ ദ്രാവകത്തിന്റെ ഉപരിതലം ഒരു പാട പോലെ അല്ലെങ്കിൽ ഒരു മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യുന്നു. ഇതിന് കാരണമായ ബലമാണ് പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ. ഓക്കെ, ഇങ്ങനെ ഈ സർഫസ് ടെൻഷൻ കാരണം ദ്രാവകത്തിന്റെ ഉപരിതലം വലിഞ്ഞു മുറുകി പാട പോലെ പ്രവർത്തിക്കുകയും ഈ പാടയുടെ മുകളിലാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഞാൻ ആ പേപ്പർ ക്ലിപ്പ് വെച്ചപ്പോൾ ആ പാടയുടെ മുകളിലാണ് അത് ഇരുന്നത്. അതുകൊണ്ടാണ് താഴേക്ക് പോകാത്തത്. PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് സർഫസ് ടെൻഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ചെറിയ പ്രാണികളൊക്കെ ജലത്തിന്റെ മുകളിൽ കൂടി നിൽക്കുന്നത് അല്ലെങ്കിൽ നടന്നു നീങ്ങുന്നത് നമ്മൾ കാണാറില്ലേ? നമ്മളിപ്പോ കുളത്തിലാണെങ്കിലും അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണെങ്കിലും ഒക്കെ ചെറിയ പ്രാണികൾ എന്ത് ചെയ്യാറുണ്ട്? മുങ്ങിപ്പോവാണ്ട് അതിന്റെ പുറത്തുകൂടി നടക്കാറുണ്ട്. അപ്പൊ അതെങ്ങനെയാ സാധിക്കുന്നേ? അതും ഈ ജലത്തിന്റെ പ്രതലബലം കാരണമാണ്. പ്രതലബലം കാരണം അത് വലിഞ്ഞു മുറുകിയ പാടുപോലെ പ്രവർത്തിക്കുകയും അതിന്റെ ഫലമായിട്ട് ആ പ്രാണികൾക്ക് അതിലൂടെ അനായാസം നടക്കാൻ സാധിക്കുകയും ചെയ്യുന്നു.
മറ്റൊരു ക്വസ്റ്റ്യൻ PSC പരീക്ഷയിൽ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ്രാവകത്തുള്ളികൾ. നമ്മുടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ദ്രാവകത്തിന്റെ തുള്ളി, ഒരു വെള്ളത്തിന്റെ തുള്ളി ഏത് ഷേപ്പിലായിരിക്കുന്നേ? ഗോളാകൃതിയിലാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ ദ്രാവകത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാനുള്ള കാരണവും എന്താണ്? പ്രതലബലമാണ് അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ ആണ്. അതായത് ഇപ്പൊ എപ്പോഴും പ്രതലബലം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രതലബലം ആക്ട് ചെയ്യുന്നത് ഉപരിതല വിസ്തീർണം പരമാവധി കുറഞ്ഞിരിക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും എപ്പോഴും പ്രതലബലം അനുഭവപ്പെടുക. ഉപരിതല വിസ്തീർണം ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഗോളാകൃതിക്കാണ്. അതുകൊണ്ടാണ് ദ്രാവകത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാനുള്ള കാരണം. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ബ്ലേഡ്, പേപ്പർ ക്ലിപ്പ് പോലത്തെ വസ്തുക്കൾ ജലത്തിൽ മുങ്ങിപ്പോകാതെ പൊങ്ങിക്കിടക്കാനുള്ള കാരണം പ്രതലബലമാണ്. ചെറു പ്രാണികൾക്ക് ജലത്തിന്റെ ഉപരിതലത്തിലൂടെ അനായാസം നടന്നു നീങ്ങാൻ സാധിക്കുന്നത് പ്രതലബലം കാരണമാണ്. ദ്രാവകത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണമാകുന്നതും പ്രതലബലം മൂലമാണ്. ഇനി നമുക്ക് നേരത്തെ കണ്ട ആ ഒരു പരീക്ഷണത്തിൽ ചെറിയൊരു കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്താലോ? ചെറിയൊരു കാര്യം കൂടി നമുക്കൊന്ന് കണ്ടാലോ? അപ്പൊ നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഈ ഗ്ലാസും അതിന്റെ മേലെ പൊങ്ങിക്കിടക്കുന്ന ആ ഒരു പേപ്പർ ക്ലിപ്പും വീണ്ടും ഞാൻ എടുത്തു വെക്കുകയാണ്. ഇനി ഇതെന്ന് പറയുന്നത് ലിക്വിഡ് സോപ്പാണ്, നമ്മുടെ ദ്രാവക രൂപത്തിലുള്ള സോപ്പാണ്. ഈ സോപ്പ് ഞാൻ ഈ ഗ്ലാസിന്റെ വശങ്ങളിൽ കൂടി ഒഴിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ? ഞാൻ ഈ സോപ്പ് ഒഴിച്ച ഉടനെ തന്നെ ഈ ഒരു പേപ്പർ ക്ലിപ്പ് എന്ത് ചെയ്തു? മുങ്ങിപ്പോയി. ശരിയല്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു പാടയ്ക്ക് എന്താണ് സംഭവിച്ചത്? നേരത്തെ ജലത്തിന്റെ പ്രതലബലം കാരണമാണ് ഈ ഒരു ദ്രാവകത്തിന്റെ ഉപരിതലം വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിച്ചത് അല്ലേ. അതിന്റെ മേളിലാണ് ആ പേപ്പർ ക്ലിപ്പ് ഞാൻ വെച്ചത്. ഈ ഒരു സോപ്പ് സൊല്യൂഷൻ ഞാൻ ഒഴിച്ചപ്പോൾ ഈ ദ്രാവകത്തിന്റെ പ്രതലബലം കുറഞ്ഞു. പ്രതലബലം കുറയുകയും ആ പാട അവിടെ നഷ്ടമായി പോവുകയും അതുകൊണ്ടാണ് നമ്മുടെ പേപ്പർ ക്ലിപ്പ് മുങ്ങിപ്പോയത്. അപ്പൊ അതും PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോപ്പ് ചേർക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാറുണ്ട്. സോപ്പ് ചേർക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തുണി കഴുകുന്ന സമയത്ത് സോപ്പ് ഉപയോഗിച്ചല്ലേ തുണി കഴുകുന്നത്? അതിന്റെ കാരണം എന്താ? ജലത്തിന്റെ പ്രതലബലത്തെ കുറയ്ക്കാനായിട്ടാണ് നമ്മൾ തുണി കഴുകുന്ന സമയത്ത് സോപ്പ് ഉപയോഗിക്കുന്നത്. സോപ്പ് ഉപയോഗിക്കാതെ വെറും ജലത്തിലേക്ക് നമ്മൾ തുണി കഴുകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ജലത്തിന്റെ പ്രതലബലം കാരണം നമ്മുടെ ജലം തുണിയുടെ എല്ലാ ഇഴകളിലേക്കും എന്ത് ചെയ്യില്ല? എത്തിപ്പെടില്ല. സോപ്പ് ചേർക്കുന്ന സമയത്ത് ജലത്തിന്റെ പ്രതലബലം കുറയുകയും നമ്മുടെ ജലം തുണിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തിപ്പെടുകയും നമുക്ക് ഈസി ആയിട്ട് തുണി കഴുകാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പൊ പ്രതലബലത്തെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കരുത്.